അസ്സലാമലൈക്കും. ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. തണ്ണിമത്തം വെച്ചിട്ട് എങ്ങനെ ഒരു സ്ക്വാഷ് ഉണ്ടാക്കാം വീഡിയോ കണ്ടു നോക്കാം. തണ്ണിമത്തം മുറിച്ച് കഷ്ണങ്ങളാക്കി എടുക്കുന്നുണ്ട്. നമുക്ക് നല്ല ഒരു സ്ക്വാഷ് നമുക്ക് എങ്ങനെ തയ്യാറാക്കാം എന്ന് കണ്ടു നോക്കാം. തണ്ണിമത്തം ചെറുതാക്കി മുറിച്ച് നമ്മൾ കഷ്ണങ്ങളായിട്ട് പാത്രത്തിലേക്ക് വയ്ക്കുന്നുണ്ട്. നമുക്ക് തണ്ണിമത്തൻ്റെ കൂടെ ഒരു ബീട്രൂട്ടും കൂടി നമുക്ക് കൂട്ടി അടിക്കണം. ബീട്രൂട്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി കേട്ടോ, അല്ലെങ്കിൽ ഒഴിവാക്കാം. ഞാനൊരു ബീട്രൂട്ട് ചെറുതാക്കി എരിഞ്ഞിട്ട് ചേർക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു കളറ് കൂടുതൽ കിട്ടും. അതേ ബീട്രൂട്ട് ചെറുതാക്കി നുറുക്കി നമ്മൾ തണ്ണിമത്തനും കൂടി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് നല്ലൊരു സ്ക്വാഷ് തയ്യാറാക്കാം. വീട്ടിൽ തന്നെ നല്ലൊരു സ്ക്വാഷ് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. മിക്സിയിൽ അടിച്ച് എടുക്കുന്നുണ്ട്. ബീട്രൂട്ടും തണ്ണിമത്തനും കൂടി മിക്സിയിൽ അടിച്ച് നമ്മൾ അരിപ്പയിലേക്ക് അരിച്ച് പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നമുക്കതൊരു ഫ്രൈ പാനിലേക്ക് മാറ്റിയിട്ട് നമുക്ക് വറ്റിച്ചെടുക്കണം. അപ്പോൾ ഒരു ഗ്ലാസ് പഞ്ചസാരയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. മധുരത്തിനനുസരിച്ച് നിങ്ങൾക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു ചെറുനാരങ്ങയുടെ നീര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു 20 മിനിറ്റോളം നമുക്കത് ഇളക്കി വറ്റിച്ച് കുറുകി എടുക്കണം. അപ്പോൾ അതേ ഇവിടെ സ്ക്വാഷ് തയ്യാറായിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു കുറച്ച് സ്ക്വാഷ് കിട്ടിയിട്ടുള്ളൂ. ഒരു ചെറിയ തണ്ണിമത്തനായിരുന്നു, അതുകൊണ്ട് ഒരു അരക്കുപ്പിയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് ഒരു സ്പൂൺ ഒഴിച്ച് ഒരു സ്പൂൺ കസ്കസും പിന്നെ പുതിനയില ഒരു തണ്ടും ഇട്ടിട്ട് നല്ല തണുത്ത വെള്ളം ഒഴിച്ച് കൊടുക്കാം. നിങ്ങൾക്ക് ചെറുനാരങ്ങയുടെ നീര് വേണമെങ്കിൽ ഇതിൽ ആഡ് ചെയ്യാം. അങ്ങനെ എല്ലാം കൂടി മിക്സ് ചെയ്യുന്നുണ്ട്. നമുക്ക് അടിപൊളിയായിട്ട് നമുക്കൊരു ഡ്രിങ്ക് ഇതുകൊണ്ട് തയ്യാറാക്കാം തണ്ണിമത്തം വെച്ചിട്ട്.